തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ ഹൈക്കോടതി. തിങ്കളാഴ്ച സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. സുഗാന്ത് ഒളിവിൽ പോയിട്ട് 2 മാസമായില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇപ്പോൾ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണല്ലോ IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായിട്ടുള്ള സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ച സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം നിലനിൽക്കുക. 2 മാസമായല്ലോ സുഗാന്ത് ഒളിവിൽ പോയിട്ട്, എന്തുകൊണ്ടാണ് സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. സുഗാന്തിന് മറ്റ് സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു വാദഗതിയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള വാദം എന്നുള്ള രീതിയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും കാലം ഒളിവിൽ കഴിയാനാകുക എന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതി പോലീസിന് നേരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അറസ്റ്റ് നിലവിൽ തടഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ച വരെയാണ്. തിങ്കളാഴ്ച സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറയും. വിനോദ്, അതെ, അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത്രയും നാളും സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സഹായം നൽകി എന്നൊരു ധ്വനി കൂടി ഹൈക്കോടതിയുടെ ചോദ്യത്തിലുണ്ടല്ലോ രേഷ്മ ബാബു? തീർച്ചയായിട്ടും നേരത്തെ ഈ സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി കുറെ നാളായി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനിടയിലൊന്നും തന്നെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നില്ല. അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവൊന്നും തന്നെ, നിർദ്ദേശമൊന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷണം നടത്തിക്കൊണ്ട് സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്താതെ സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടിയിലേക്കൊന്നും തന്നെ പോലീസ് കടന്നിരുന്നില്ല. ഇത് തന്നെയാണ് വിമർശന രൂപേണ സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരുന്നത്. 2 മാസത്തോളമായിട്ട് ഒരു പ്രതി ഒളിവിൽ കഴിയുന്നു. ആധുനിക കാലത്ത് ഒരു പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് നിരവധി സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഈ ചോദ്യങ്ങളാണ് പോലീസിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചത്. പോലീസിന്റെ കഴിവുകേടായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും കേസിൽ ഈ പറയുന്ന സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗം കുറ്റം ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഒളിവിൽ കഴിയാനായിട്ട്, അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ടോ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യ രൂപേണ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്.